നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. സുഭാഷിതം ഡിജിറ്റൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധങ്ങളായ വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുകയും സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ധാരാളം ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം പൊതുവിഷയങ്ങളും എടുക്കും. സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിധി ഇന്ന് വന്നിട്ടുണ്ട്. ഇന്നല്ല, കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ടാക്കുന്ന വിധിയും അതേസമയം ഈ ഉപദ്രവിക്കാൻ നടക്കുന്ന പ്രതികളാകുന്നവരെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരാശ്വാസം നൽകുന്ന വിധിയുമാണ്. വിധി മറ്റൊന്നുമല്ല, പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ കുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയൊക്കെ സ്വകാര്യ ഭാഗങ്ങളിൽ തൊടുക, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ലൈംഗിക ചുവയോടുകൂടി ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് ബലാത്സംഗമാകില്ല എന്നാണ്. ബലാത്സംഗം കുറച്ചുകൂടി കടന്ന് നടത്തുന്ന ആക്രമണമാണ്, അല്ലെങ്കിൽ കടന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ബലാത്സംഗം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു കേസിൽ 20 വർഷം വരെ കഠിന തടവ് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ വിധി. വളരെ വാലിഡ് ആയിട്ടൊരു വിധിയാണ് വന്നിരിക്കുന്നത്. അതേസമയം ലൈംഗിക അതിക്രമം എന്നുള്ള നിലയിൽ കേസെടുക്കാവുന്നതുമാണ്, അതിനുള്ള ശിക്ഷ നൽകാവുന്നതുമാണ്. പക്ഷേ ലൈംഗിക അതിക്രമം എന്നതിനപ്പുറം ഒരു ബലാത്സംഗ കേസെടുക്കാനുള്ള സ്കോപ്പില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികളുടെ കേസായതുകൊണ്ട് ബലാത്സംഗത്തിന് തന്നെ കേസെടുക്കും എന്ന് പറയണ്ടേ? അങ്ങനെ പറയുമ്പോഴല്ലേ കുറച്ചുകൂടി ഒരു ഇത് ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ പോകുന്നവർക്കൊരു ബഹളം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രേരണ കുറയുകയുള്ളൂ. കാരണം പോക്സോ കേസായതുകൊണ്ടാണ്, അല്ല മറ്റു കേസായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ മുതിർന്നവരെ ആണെങ്കിൽ അവർക്ക് തിരിച്ച് ആക്രമിക്കാനും തിരിച്ച് ശല്യം ചെയ്യാതെ അല്ല അവർക്ക് ഉപദ്രവിക്കാനൊക്കെ പറ്റും, അത് വേറൊരു തരത്തിലേക്കുള്ളതാണ്. പക്ഷേ ചെറിയ കാര്യം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പോക്സോ കേസ് എടുക്കുമ്പോൾ അതിൽ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തൊടുക, അല്ലെങ്കിൽ ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക, അതിലൊരു കൗതുകം കണ്ടെത്തുന്ന മുതിർന്നവരെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളെ, അങ്ങനെ ചെയ്യുന്നവരിൽ പ്രധാനികളെ ലൈംഗിക അതിക്രമത്തിന് കേസെടുത്താൽ മതി, അല്ലാതെ ബലാത്സംഗത്തിന് കേസ് പറ്റില്ല, നിൽക്കില്ല എന്നുള്ള സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. അതൊരു ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഓരോ സുപ്രീം കോടതി വിധിയും സംസ്ഥാനത്തോ രാജ്യത്തോ ചർച്ച ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില കാലിക പ്രസക്തമായ വിഷയങ്ങൾ, വിധികൾ, ഇതുപോലത്തെ വിഷയങ്ങൾ വരുമ്പോൾ അത് പൊതുസമൂഹം കൂടി ചർച്ച ചെയ്യണം. അത് മറ്റൊന്നിനുമല്ല, കോർട്ടലക്ഷ്യത്തിനോ കോടതി വിധിക്കെതിരെയോ ഒന്നുമല്ല. എപ്പോഴും കോടതികൾ പ്രവർത്തിക്കുന്നതും നിയമങ്ങൾ വരുന്നതുമെല്ലാം ഒരു പൊതുസമൂഹത്തിലുണ്ടായി വരുന്ന സമവായ ചർച്ചകളിലും കൂടെയാണ്. അപ്പോൾ നിയമവൃത്തങ്ങളിൽ നടക്കേണ്ട ഒരു ചർച്ചയാണ്, ഗൗരവമായി നടക്കേണ്ട ഒരു ചർച്ചയാണ് ഈ പോക്സോ കേസുകളിൽ എന്താണ് ഇങ്ങനെ ഒരു നിലപാട്, അത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, അത് മറ്റ് കേസുകൾ കൈകാര്യം ചെയ്യുമ്പോഴുള്ളൊരു മെരിറ്റ് വെച്ചാണോ പോക്സോ കേസ് നോക്കേണ്ടത്, അതോ അത് വളരെ കർശനവും കഠിനവുമായ ശിക്ഷകളിലേക്ക് പോകണോ? കാരണം ഒരു പേടി, ഒരു ഭീതി, കുട്ടികളെ തൊടരുത്, തൊട്ടാൽ അപകടമാകും എന്നുള്ളൊരു ഭീതിയും പേടിയും ഈ പ്രതികളാകാൻ വരുന്നവർക്ക് അല്ലെങ്കിൽ പ്രതികളാക്കപ്പെടുന്നവർക്ക് വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും ആ വിധി വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം വേണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഒരു പ്രതികരണം ഇട്ടത്. എന്തായാലും ഇത് ചർച്ചയാവട്ടെ. നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്കണം. നമ്മൾ ഒരുപാട് വിവാദങ്ങൾ, മസാലക്കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ സ്ത്രീ വിഷയങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു സമൂഹമാണ്. അതേസമയം ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഗൗരവമായി മുന്നോട്ട് വെക്കുന്നത്. സുപ്രീം കോടതിയുടെ വളരെ വിലപ്പെട്ടൊരു വിധിയാണത്, പ്രധാനപ്പെട്ട വിധിയാണ് സുപ്രീം കോടതി പറയുന്നത്. പെൺകുട്ടികളെയോ പെൺകുട്ടികളെയാണ് കൂടുതലും സ്വകാര്യ ഭാഗങ്ങളിൽ തൊടുന്നതും അവരെ വേദനിപ്പിക്കുന്നതും ഒന്നും ബലാത്സംഗത്തിൽ വരില്ല, അത് ലൈംഗിക അക്രമത്തിൽ നിർത്തിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇളവ് കുറയും, ഇളവുണ്ടാവും, കേസിൻ്റെ രൂപം ചെറുതാവും, പിന്നെ ശിക്ഷ ചെറുതാവും, എല്ലാമാകും. അത് പാടില്ല. കുറച്ചുകൂടി കർശനമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു മേഖലയാണ് അതെന്നുള്ളതാണ് നമ്മളുടെ ഒരു പൊതു ചിന്ത.